നമസ്കാരം. ചാനൽ 13.8ലേക്ക് സ്വാഗതം. ഞാൻ ഷാജിദ. കേരളം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഭരണത്തെക്കുറിച്ചാണ്. അതായത് കേരളം ആര് ഭരിക്കും എന്നുള്ള ആ ഒരു ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും തന്നെ ഉള്ളിലുള്ള ഒരു വലിയൊരു ചർച്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഭരണം, അതായത് തുടർഭരണം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം ഇതിനായി ഈ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള സജീവൻ അന്തിക്കാട് അദ്ദേഹമാണ്. സമയം ഒട്ടും തന്നെ ചെലവഴിക്കുന്നില്ല, നേരിട്ട് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. സജീവേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അതായത് ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാവുമോ ഇല്ലയോ, അല്ലെങ്കിൽ കേരളത്തിൽ ആര് ഭരിക്കും എന്നുള്ള കാര്യം. സജീവേട്ടൻ എങ്ങനെയാണ് ആസ് എ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് സജീവേട്ടൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ? ഈ തുടർഭരണം എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവരും കാത്തിരിക്കുന്നത് തുടർഭരണം ഉണ്ടാവുമോ ഇല്ലയോ എന്നാണല്ലോ. പക്ഷേ ഈ തുടർഭരണം എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ വളരെ ചെറിയ കുറച്ച് അവസരങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അധികവും ഒരു ഗവൺമെൻറ് മാറിയാൽ പ്രതിപക്ഷം ആരായിരുന്നു അവരെ ജയിപ്പിക്കുക, അല്ലെങ്കിൽ പുതിയ മുന്നണി സമവാക്യങ്ങൾ കൊണ്ടുവന്ന് മത്സരിച്ച് ജയിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഇവിടെ വന്നു. അത് പിന്നീട് 1960 ഇലക്ഷൻ നടന്നപ്പോൾ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആ പാർട്ടിയെ താഴെ ഇറക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു അവർക്കാണ് ഭരണം കൊടുത്തത്. പിന്നീട് 1967 അതേ EMSൻ്റെ ഗവൺമെൻറ് വന്നു. പിന്നെ വരുന്നത് അച്യുതമേനോൻ ഗവൺമെൻറ്റാണ്. അവർക്ക് ഓപ്പോസിറ്റുള്ള ഗവൺമെൻറ്റായിട്ട് കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടിയുള്ള ഗവൺമെൻറ്റാണ് വരുന്നത്. ആ കാലയളവിൽ 57 മുതൽ 70 വരെയുള്ള കാലയളവിൽ ഈ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു. എന്നിട്ട് അച്യുതമേനോൻ ഗവൺമെൻറ്റാണ് ഇവിടെ തുടർച്ചയായിട്ട് 7 വർഷം ഭരിക്കുന്നത്, 70 മുതൽ 77 വരെ ഭരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ 75 ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു ഈ ഇന്ത്യയിൽ. അവിടെ ഇലക്ഷൻ കൃത്യസമയത്ത് നടന്നില്ല. അങ്ങനെ 77 നടക്കുക. അന്നാണ് ആദ്യമായിട്ട് ഒരു തുടർ ഭരണത്തിന് ഒരു പച്ചക്കൊടി കേരളം കാണിക്കുന്നത്. അതായത് മലയാളി തുടർ ഭരണത്തെ അംഗീകരിക്കുന്നത് ആ ഒരൊറ്റ തവണയാണ്. പിന്നീട് തുടർച്ചയായ ഭരണം നമ്മൾ കേരളത്തിൽ കാണാനില്ല. ഓരോ മുന്നണി LDF, UDF, UDF, LDF എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെ ഈ 1921 മാത്രമാണ് തുടർ ഭരണം നമ്മൾ കണ്ടത്, മലയാളി കണ്ടത്. തീർച്ചയായിട്ടും അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് ജനങ്ങൾ കൊടുത്ത സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾ ഒരു ആശങ്കയിൽ ഇനിയും ഒരു തവണ കൂടി അദ്ദേഹത്തിന് കൊടുക്കുമോ ഭരണം എന്ന് തോന്നാൻ കാരണം നമുക്ക് ശീലമായി, തുടർഭരണം കൊടുത്ത് നമുക്ക് ശീലമായതുകൊണ്ടാണ് ആളുകൾക്ക് സംശയം. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ആളുകൾ പറയുമായിരുന്നു അതിപ്പോൾ എന്തായാലും ഗവൺമെൻറ് മാറും എന്ന്. അതാണ് ഇപ്പോൾ ഇവിടെ ഒരു ചർച്ച വന്നിട്ടുള്ളത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു തുടർഭരണം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഒരു തുടർഭരണം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞു 2 തവണയും. എന്തുകൊണ്ടാണ് അച്യുതമേനോൻ്റെ ഗവൺമെൻറ് ജനങ്ങൾ കൊടുക്കാനുണ്ടായുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, തുടർച്ചയായിട്ട് ഭരണം കൊടുക്കാനുള്ള കാരണം, ആ കാലത്താണ് കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ചില സിസ്റ്റം പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ടത് സമരങ്ങളില്ലാത്തൊരു കാലമായിരുന്നു. സമരങ്ങളെ നിയന്ത്രിച്ചു. പിന്നെ ഒരു ബസ്സുകളും തീവണ്ടികളും കൃത്യസമയം പാലിച്ചു, വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. കാരണം അടിയന്തരാവസ്ഥയിൽ എല്ലാം എന്താ പറയുക, എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സമരങ്ങളുടെ കുറവ്, കല്ലേറും വണ്ടി തല്ലിപ്പൊളിക്കലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ജനങ്ങളെ വലിയ വലിയ തോതിൽ ഇഷ്ടപ്പെടുത്തി. ഇതുകൊണ്ടൊന്നും ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ, തുടർ ഭരണത്തിന് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് മുഴുവനാകുന്നില്ല. കാരണം അതിലപ്പുറം വലിയൊരു വിപ്ലവം ഇവിടെ നടക്കുകയുണ്ടായി. അതായത് ഇവിടെ ആദ്യമായിട്ട് ഭൂമിയിലുള്ള അവകാശം ജനങ്ങൾക്ക് കിട്ടുന്നത് ആ ഭരണകാലത്താണ്. ഭൂപരിഷ്കരണ ബില്ലൊക്കെ 1957 അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ 1954 കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് നിയമമാക്കിയതും അത് ഫോഴ്സ് ചെയ്ത് നടപ്പാക്കിയതും ആ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അങ്ങനെ വരുമ്പോൾ നൂറ്റാണ്ടുകളായി ഒരു തരി മണ്ണിന് അവകാശമില്ലാത്ത മനുഷ്യർക്ക് ഭൂമി സ്വന്തമായി കിട്ടുകയും അവരുടെ പേരിൽ നികുതി അടയ്ക്കാൻ കഴിയുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഇത് 1-2 പേർക്കുണ്ടായതല്ല, സമൂഹത്തിൽ ഒരുമാതിരി എല്ലാ ആളുകൾക്കും കിട്ടിയ പ്രയോജനം കിട്ടിയ ഒരു സംഭവമാണത്. അപ്പോൾ 10 സെൻറ്റ് കിട്ടിയവർ, 3 സെൻറ്റ് കിട്ടിയവർ, 4 സെൻറ്റിൽ പാർപ്പിക്കപ്പെട്ടവർ, വലിയ തോതിൽ കൃഷിഭൂമി കിട്ടിയവർ, പാട്ടകൃഷിക്കാർ, ഇവർക്കൊക്കെ ഭൂമി സ്വന്തമായി കിട്ടുകയും കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും
ഒരുപാട് പ്രയോജനം കിട്ടിയ ഒരു ഭരണമായിട്ട് മാറിയത് കൊണ്ടാണ് 77-ലെ ഗവൺമെൻറ്റിനെ 77 ഇലക്ഷൻ വന്നപ്പോൾ ആ ഗവൺമെൻറ് വീണ്ടും ജയിപ്പിച്ചത്. അതായത് സവിശേഷമായ സാഹചര്യത്തിൽ മാത്രമാണ് ഒരു തുടർ ഭരണത്തിന് മലയാളി സമ്മതിക്കുള്ളൂ. ഇതേപോലെ ഒരു സവിശേഷമായ സാഹചര്യം പിന്നീട് വന്നത് 2021 ഇലക്ഷൻ കാലത്താണ്. കാരണം കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം കേരളത്തിലുണ്ടായി. കേരളത്തിലല്ല, ലോകം മുഴുവൻ ഉണ്ടായി. കൊറോണയെ തടുത്തു നിർത്തുക എന്ന് പറയുമ്പോൾ അത് ലോകം മുഴുവൻ ഒരു സംഭവമാണ്. അത് നമുക്ക് മാത്രമായിട്ട് തടുത്തു നിർത്താൻ കഴിയില്ല. ഇതല്ല, കൊറോണ കാലത്ത് ഉള്ള ദുരിതങ്ങളെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അത് ഈ ഗവൺമെൻറ്റിന്, അതായത് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് അത് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു എന്ന് ജനങ്ങൾക്ക് തോന്നി. അവരെ ആരും പട്ടിണിക്കിട്ടില്ല. ഇത്രയധികം വിഷയങ്ങൾ ലോകം മുഴുവൻ ഉണ്ടായപ്പോഴും കേരളത്തിലെ ജനത പട്ടിണി കിടുന്നില്ല എന്നുള്ള ഒരു വലിയൊരു, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ആ സമയത്ത് ഒരു വലിയ മതിപ്പുണ്ടായി. ആ മതിപ്പാണ് അവിടെ വോട്ടായിട്ട് മാറിയത്. ഇങ്ങനെയുള്ള സവിശേഷമായ സാഹചര്യത്തിൽ മാത്രമാണ് ഈ തുടർഭരണത്തിന് മലയാളി സമ്മതിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും 2026 അങ്ങനെ വല്ല സവിശേഷമായ വല്ല സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു സാഹചര്യവുമില്ല. ആസ് യൂഷ്വൽ ഒരു ഭരണം നടന്നു. ആസ് യൂഷ്വൽ ജനങ്ങൾക്ക് ഭരണത്തോട് ഒരു ആൻറ്റി ഇൻക്യുബൻസി ഉണ്ടായിരിക്കും. അത് വോട്ടായിട്ട് മാറുമ്പോൾ അവർ നോക്കുക അപ്പുറത്ത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് നോക്കും, അവർ അതിനെതിരെ വോട്ട് ചെയ്യും, സിസ്റ്റം മാറും. അതുകൊണ്ട് തുടർഭരണത്തിലുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വിവരം വെച്ച എളിയ ഒരു അഭിപ്രായം. അതായത് തുടർഭരണത്തിന് ഒരു സ്കോപ്പ് ഇല്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റയ്ക്ക് മത്സരിച്ചാൽ, ഇപ്പോൾ CPM-ലുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന നിലവിലെ മുഖ്യമന്ത്രി പുള്ളി വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വിജയത്തിനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ന് പല മതരാഷ്ട്രീയ പാർട്ടികളുമായും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇവർ സഖ്യം ചേർന്നിട്ടുണ്ട്. ഇത്രയും സഖ്യം ചേർന്നിട്ട് പോലും ഒരു വിജയത്തിനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നുള്ളത് പിണറായി വിജയൻ എന്ന വ്യക്തി കാഴ്ചവെച്ച ഭരണത്തിൻ്റെ കഴിവുകേടല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം എനിക്ക് പേഴ്സണലി ആളുടെ കഴിവുകേടായിട്ട് തന്നെയാണ് തോന്നുന്നത്. LDF എന്ന് പറയുന്ന ഒരു മുന്നണിയാണ്. LDF എന്ന് പറയുന്ന മുന്നണിയിൽ ഓൾറെഡി മതകക്ഷികളൊക്കെ ഉണ്ട്. അത് നമുക്ക് അണ്ടർസ്റ്റുഡാണ്. അല്ല, ഇപ്പോൾ INL എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുന്നണിയെ മാത്രമായിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല. മുന്നണിയിൽ കൊണ്ട് നടക്കാത്ത കക്ഷികളെ ഇലക്ഷൻ കാലത്ത് പ്രീണിപ്പിച്ച് കൂടെ നിർത്തുക എന്ന് പറയുന്നത് രണ്ട് മുന്നണികളും ചെയ്യുന്ന പരിപാടിയാണ്. അത് ഒരു മുന്നണിയുടെ മാത്രം പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല, ഉള്ള കാര്യം പറയണമല്ലോ. ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ VD സതീശൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു കക്ഷി എന്ന് പറയുന്നത് SDPI എന്ന് പറയുന്ന കക്ഷിയാണ്. ഈ SDPI എന്ന് പറയുന്ന കക്ഷിയുമായിട്ട് വളരെ പരസ്യമായിട്ടുള്ള സഖ്യമാണ് ഈ LDF ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ ഭരണത്തെ പറ്റി ഇവർക്ക് തന്നെ ഒരു ധാരണയുണ്ട്. ഇവർക്ക് ജയിച്ച് കയറാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കക്ഷികളെ കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഭാഗ്യത്തിന്, അതായത് കേരള ജനതയുടെ ഭാഗ്യത്തിന് ഇത്തരം കക്ഷികൾക്കൊന്നും വലിയ സ്വാധീനങ്ങളൊന്നുമില്ല. പിന്നെ കേരളത്തിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ മണ്ഡലങ്ങളിലും 2000 വോട്ടായാലും അത് ഒരു പക്ഷേ ഒരു 2000 വോട്ടിൻ്റെ പ്ലസ് കിട്ടിയാൽ പോലും വിധിയെ അത് നിർണ്ണയിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇവരെ ഇപ്പോഴുള്ള ചെറിയ കക്ഷികളെ ഇവർ കയ്യിലെടുക്കാൻ നോക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഇപ്പോൾ ചെയ്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും മൂന്നാമത്തെ ഒരു ഭരണം തുടർഭരണം ഉണ്ടാകുന്നതിന് വേണ്ടി അവർ ചെയ്ത ഏറ്റവും ധാർമ്മികതയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് SDPയുമായി ചേരുക എന്നുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം SDPI എന്ന് പറയുന്ന കക്ഷി അധ്യാപകൻ്റെ കൈ വെട്ടിയത് മുതൽ ഈ അഭിമന്യു എന്ന് പറയുന്ന പയ്യനെ കൊന്നത്, അതുമാത്രമല്ല പബ്ലിക്കായിട്ട് റോട്ടിലൂടെ അരിയും മലരും കുന്തിരിക്ക് എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞ് പരസ്യമായി യുദ്ധാഹ്വാനം നടത്തുന്ന പോലെ വർഗീയ മുദ്രാവാക്യങ്ങളുമായി തെരുവിലൂടെ പോയ ഒരു സംഘടനയാണത്. ആ സംഘടനയെ ജയിക്കാൻ വേണ്ടി കൂടെ കൂട്ടുക എന്ന് പറയുന്നത് നമ്മൾ മതേതരത്വത്തിൽ വെള്ളം ചേർക്കാന്നൊക്കെ പറയുമല്ലോ, ഇതല്ല, ഇതൊരു പുഴ കൂടി ചേർക്കുകയാണ് ചെയ്തത്. ഒരു പുഴ കൊണ്ട് ഇതിലേക്ക് കടത്തിവിടുക ചെയ്തത്. ഇത്രയ്ക്കൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി അധപ്പതിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ പണി നിങ്ങൾ
ഷാജിദ ചോദിച്ച ഈ പണി രണ്ട് കക്ഷികളും രണ്ട് മുന്നണികളും ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. CPM പിന്നെ ഒരു കൺട്രോൾ ഇല്ലാതെ ചെയ്യുന്നു, മറ്റൊരു വളരെ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുന്നു. അത്രയാണ് അതിൽ വ്യത്യാസമുള്ളൂ. ഓക്കെ. ഇപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. അപ്പോൾ ഈ 14 ജില്ലയിൽ ഏത് ജില്ലയിൽ നമുക്കൊരു തുടർഭരണം അതായത് LDF ഒരു തുടർഭരണം എവിടെയാണ് ഉണ്ടാവുക, അതേപോലെ UDF അതായത് LDF കൂടുതൽ പെർഫോമൻസ് അവർ നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ ഈ കേരളത്തെ ഒരു 3 ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് ഇപ്പം നമുക്ക് എന്താ പറയുക, കാസർഗോഡ് മുതൽ വടക്കുന്ന് പിടിക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ പരിശോധിക്കാം. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ മുതൽ എന്താ പറയുക, നമ്മളൊരു സെൻട്രൽ കേരളം എന്നുള്ള രീതിയിൽ പത്തനംതിട്ട വരെ നോക്കാം, പത്തനംതിട്ട തൊട്ട് തിരുവനന്തപുരം വരെ നോക്കാം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഒരു ഇതിൽ എത്തിച്ചേരാൻ കഴിയും. അതായത് ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ മനുഷ്യരെ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഒരു ധാരണയിലെത്താൻ പറ്റും. നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, പക്ഷേ അതിനോടടുത്ത് നിൽക്കുന്ന ചില ധാരണകളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. പ്രവചനം ഈ കാര്യത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ മണ്ഡലം എങ്ങനെ പ്രതികരിക്കുന്നു ഒക്കെ പറയാൻ നമുക്ക് അത്ര എളുപ്പമായിട്ട് കഴിയുന്ന കാര്യങ്ങളല്ല. നമുക്ക് എന്നാൽ പിന്നെ ഓരോ ജില്ല വൈസ് നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്താലോ. ഇപ്പോൾ കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലയിൽ ആകെ ഉള്ളത് വെറും 5 സീറ്റാണ്. ഈ 5 സീറ്റിൽ മഞ്ചേശ്വരം എന്ന് പറയുന്നതിൽ LDF പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവിടെ പ്രധാനമായിട്ട് IUML അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ BJP തമ്മിലാണ് അവിടുത്തെ ഒരു മത്സരം. നമ്മുടെ കർണാടകത്തിനോട് അടുത്തിട്ടുള്ള ഒരു ജില്ലയാണ് ഈ മണ്ഡലമാണ് ഈ മഞ്ചേശ്വരം. അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് ഭയങ്കര ശക്തിയാണ്. അപ്പോൾ അവർ എപ്പോഴും തോൽക്കുക അതൊക്കെ പറയുന്നത് വളരെ കുറച്ച് വോട്ടിനാണ്. അവിടെ 745 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ തോറ്റിട്ടുള്ളത്. സുരേന്ദ്രൻ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ജയിച്ച് MLA ആയ അഷറഫ് തന്നെയാണ് വീണ്ടും അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഈ സെയിം ടീമിൻ്റെ മത്സരമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ആര് ജയിക്കുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? പലരും പറയുന്നത് IUML ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ LDF വോട്ട് കൊടുക്കുന്ന ആളുകൾ പോലും BJP വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തേക്കാം. കാരണം മുസ്ലിങ്ങളിൽ തന്നെ LDF വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവർ ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഈ മുസ്ലിം ലീഗ് ജയിക്കുകയാണ് നല്ലത്, ഇവർക്കൊരു മാർക്ക് ഉണ്ടാക്കണ്ട എന്ന രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ വോട്ട് ചെയ്യുകയും വന്നാൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ UDF കാൻഡിഡേറ്റ് അവിടെ ജയിക്കുക. അപ്പോൾ ആ ഒരു സീറ്റാണ് സാധാരണ. അതേപോലെ തന്നെയാണ് കാസർഗോട്ടും കാര്യം. കാസർഗോഡ് 2ാമത്തെ മണ്ഡലത്തിലും കാര്യം. അതുകൊണ്ട് ഈ 2 സീറ്റുകളാണ് ശരിക്കും UDF അവിടെ ഉറപ്പുള്ള സീറ്റുകൾ. പിന്നെ CPM സീറ്റുകൾ എന്ന് പറഞ്ഞാൽ തൃക്കരിപ്പൂർ എന്നൊക്കെ പറയുന്ന സീറ്റ് എന്നൊന്നും പറഞ്ഞാൽ അവിടേക്കൊന്നും പോയിട്ടേ കാര്യമില്ല. അവിടെ ഇപ്രാവശ്യം നിൽക്കുന്ന ഒരാൾ എല്ലാവരും അറിയുന്ന ഒരാളാണ്, പണ്ടത്തെ BJP ഉണ്ടായിരുന്നൊരു നേതാവ് സന്ദീപ് വാര്യർ. അപ്പം അദ്ദേഹം വന്ന് ഇനി വല്ലതും എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളത് മാത്രമേ നമുക്ക്, അതായത് അവിടെ അദ്ദേഹം വന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. പക്ഷേ നമുക്ക് അത്രയും കൂടെ ഒന്നും കേൾക്കുന്നില്ല അവിടെ നിന്ന് അങ്ങനെയുള്ളൊരു സംഭവം. പക്ഷേ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കാരണം 26,137 വോട്ടാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ CPM ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ വോട്ടുകളെ മറയ്ക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിയണം. എന്നാൽ വലിയ ഒരു തരത്തിലുള്ള LDF വിരോധം, കഴിഞ്ഞ ഗവൺമെൻറ്റിനോടുള്ള വിരോധം ജനങ്ങൾക്കിടയിലുണ്ടെങ്കിൽ 26,000 വോട്ടൊന്നും പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സീറ്റാണെന്ന് ഞാൻ നോക്കുക വേണ്ട, അതൊക്കെ LDF തന്നെയാണ്. അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ LDF കോട്ടകളാണ്, പാർട്ടി ഗ്രാമങ്ങളാണ്, അവിടെ ഒന്നും ഒരു രക്ഷയില്ല. പിന്നെ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് എന്ന് പറയുന്നത് ഒരു നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സീറ്റ് ഉദുമയാണ്. ഈ ഉദുമയിൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തിനായാലും അവിടുത്തെ 5 സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ അതായത് മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂർ 4 സീറ്റുകൾ അവർക്ക് പ്രതീക്ഷയുണ്ട് 5 സീറ്റിൽ. പക്ഷേ അതൊരു അമിതമായ പ്രതീക്ഷയാണെന്ന് ഞാൻ പറയുള്ളൂ. അത് വേണമെങ്കിൽ ഒരു 3 വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ എങ്കിലും ഞാനതൊരു 4 എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ LDF ഒരു വികാരം ഇവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ കൂട്ടുമ്പോൾ നമ്മൾ 144 സീറ്റ് നമുക്ക് കാസർഗോഡ് ജില്ല കഴിയുമ്പോൾ നമുക്ക്
അവർക്ക് കിട്ടുമെന്ന് കരുതാം. അപ്പോൾ ഇതിൽ എനിക്കൊരു ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ്, അപ്പോൾ ഈ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റത് വെറും 700 ചില്ലാനം വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പേഴ്സണലി ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് താല്പര്യമുള്ള ആളുകൾ, അവർക്ക് മേ ബി അവർ LDFനെ സപ്പോർട്ട് ചെയ്യാം, UDFനെയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒന്നും അല്ലാതെ നോർമലി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് താല്പര്യമില്ലാത്ത കോമൺലി ഉള്ള ആളുകൾ, ഇവർ LDFനെയും UDFനെയും മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നാൽ ഇവർക്ക് മതരാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള SDPIയുമായോ അല്ല ഈ മുസ്ലിം ലീഗുമായോ ഒരു ബന്ധം വേണ്ട, അല്ലെങ്കിൽ ഈ LDFും UDFും ഈ രണ്ട് മതരാഷ്ട്രീയ പാർട്ടികളിൽ ലോഹ്യം ചേർന്നപ്പോൾ ഇവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഈ ആളുകൾ അവിടെ കുറച്ച് പേരെങ്കിലും ഇവർ മതരാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യം ചേരൽ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവാം. അപ്പോൾ ഇവർ നമുക്ക് ആകെ ഒരു അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് ഒന്ന് നോട്ടയ്ക്ക് കുത്തുക എന്നുള്ളതും അതല്ലെങ്കിൽ BJP കാൻഡിഡേറ്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രന് കുത്തുക എന്നുള്ളതുമാണ്. അപ്പോൾ നോട്ട വേണ്ട, ഇപ്രാവശ്യം സുരേന്ദ്രനെ ജയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് സുരേന്ദ്രനെ ജയിപ്പിക്കാനുള്ള സാധ്യത എന്താണ് അവിടെ? എങ്ങനെയാണ് ഈ മതരാഷ്ട്രീയ പാർട്ടികളോടുള്ള വിദ്വേഷവും താല്പര്യമില്ലായ്മയും മൂലം BJPക്ക് പോയി കുത്തുക എന്ന് പറയുന്നത് ചിരിച്ചു ചാവാതെ പറയാം. കാരണം അതിനേക്കാളും വലിയൊരു വർഗീയ പാർട്ടി ഉണ്ടോ ഈ BJP എന്ന് പറയുന്നത്? BJP എന്ന് പറയുന്ന പാർട്ടിയിൽ ഹിന്ദു എന്ന വാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഹിന്ദു വർഗീയ പ്രീണന പാർട്ടി മാത്രമാണ് BJPക്ക് അങ്ങനെ നാഷണലിസം ഒന്നുമില്ല, അത് ഹിന്ദു പ്രീണന പാർട്ടിയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിം എന്നുള്ള ഒരു പേര് മാത്രം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരറിയാം മുസ്ലിം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ നെയിമാണെന്നും അത് ഒരു മതത്തിൻ്റെ പേര് എന്നല്ലെങ്കിൽ ആ ഒരു വർഗീയത എന്നുള്ളൊരു സാധനം അതിൽ വരുന്നൊന്നുമില്ല. ഇപ്പം ഇവരിപ്പോൾ ഹിന്ദു ജനതാ പാർട്ടി എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ശരിക്കും നിങ്ങളുടെ പ്രവൃത്തികൾ എന്താണെന്ന് നോക്കി തന്നെയാണ് നമ്മളതിൽ നിശ്ചയിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് സുരേന്ദ്രനെ വോട്ട് ചെയ്യുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും ഒന്നുകിൽ മുസ്ലിം വിരോധികളായിരിക്കും, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അല്ലാതെ ഇവർ ഈ സെക്കുലറിസം തിങ്ങി വിങ്ങി പുറത്ത് ചാടി അങ്ങനെ വന്ന് നിവൃത്തിയില്ലാതെ സുരേന്ദ്രന് വേണ്ടി ആരും ചെയ്യില്ല. സെക്കുലറിസത്തിൻ്റെ പേരിൽ ആരും ചെയ്യില്ല. നോട്ടയ്ക്ക് ചെയ്യും അവർ. ഷാജിദ് പറഞ്ഞ ഒരു കാര്യം, ഒരു ഓപ്ഷൻ കറക്റ്റാണ്, നോട്ട് ചെയ്യുക. ശരിക്കും ഒരു സെക്കുലറിസ്റ്റ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ മതങ്ങളോട് കാണിക്കുന്ന പ്രീണനത്തിൽ വിരക്തി വന്ന് അവർക്ക് വേണമെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവർക്കൊരിക്കലും സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ കുട്ടി പിശാചുകളാണെന്ന് വെച്ചാൽ ഇതാണ് പ്രധാന പിശാച്. ഞാൻ സുരേന്ദ്രന്റെ പേരല്ല പറഞ്ഞില്ല, പാർട്ടിയെ വെച്ച് വേഷങ്ങളാണ്. വേഷങ്ങളുടെ വീര്യം കൂടിയും കുറഞ്ഞിരിക്കുന്നു. അപ്പൊ വീര്യം കൂടിയതും കുറഞ്ഞതും. വീര്യം കൂടിയ എന്തായാലും കേന്ദ്രഭരണം കയ്യിലുള്ള ആളുകൾക്കാവുമല്ലോ വീര്യം കൂടുക. അപ്പൊ ഇത് അങ്ങനെ നമുക്ക് കണക്കാക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, കുറച്ച് ആൾക്കാർ നോട്ടയ്ക്ക് ചെയ്യാം. അതുകൊണ്ട് സുരേന്ദ്രൻ ജയിക്കുന്നില്ല. സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷെ സുരേന്ദ്രൻ പരാജയപ്പെടുത്തുന്ന ഘടകം ഒരു വിഭാഗം LDFിൽ വോട്ട് ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം മുസ്ലിങ്ങൾ സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ള അപകടം മണത്തുകൊണ്ട് BJPക്ക് ഇവിടെ ഒരു MLA ഉണ്ടാകരുത് എന്നുള്ള വാശിയിൽ ഈ മുസ്ലിം ലീഗിന് തന്നെ വോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ സുരേന്ദ്രൻ തോൽക്കും. ഇതാണ് എൻ്റെ റീഡിങ്. അടുത്തത് നമുക്ക് കണ്ണൂർ നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ എനിക്ക് സജീവേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഈ LDFിൻ്റെ മൂക്കുകുത്തിയുള്ള അധപതനം. അപ്പോൾ ഇങ്ങനെ അധപതിച്ച് പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ തുടർഭരണം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും പഞ്ചായത്ത് ഇലക്ഷനിൽ തോൽവി എടുത്തിരുന്ന സമയത്തും അത് വീണ്ടും ഇത്രയും തന്നെ മൂക്കുകുത്തിയുള്ള അധപ്പതനം എന്ന ഒരു സ്ഥിതി ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപനം ഉള്ള സമയത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് ചോദിച്ചാൽ, ഈ എങ്ങനെയാണോ പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടായത് അതേപോലെ തന്നെ ആയിരിക്കും LDFിന് ഉണ്ടാവുക എന്നാണല്ലോ ചോദിച്ചത്. അതെ അല്ലേ? ഈ പഞ്ചായത്തുകൾ നമ്മളിപ്പോൾ കണ്ണൂരിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, കണ്ണൂരിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അത്രയ്ക്ക്
ഒരു തിരിച്ചടി അവർക്ക് കിട്ടിയതായിട്ട് കാണുന്നില്ല. എന്നാൽ കേരളം മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ പ്രകടനം നിരാശാജനകം തന്നെയാണ്. ഓരോ എൽ ഡി എഫ് പ്രവർത്തകരും ഇനിയൊരു ഭരണം ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് അന്നാണ്. നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ട് നമ്മുടെ നാട്ടിൽ, കുറച്ച് കാലങ്ങളായിട്ടുള്ളൊരു പാറ്റേണാണ്. അതായത് എങ്ങനെയാണോ ഈ പഞ്ചായത്ത് ഇലക്ഷനിലുള്ളൊരു റിസൾട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും നിയമസഭയിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് തമ്മിൽ അധികം വ്യത്യാസമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ നടന്നത്, ഇലക്ഷൻ റിസൾട്ട് വന്ന് ഏകദേശം ഡിസംബർ പകുതിയോട് കൂടിയിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷൻ്റെ, അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ മറ്റേ ഇലക്ഷനായി. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ ചെയ്ത കാര്യം തന്നെയാണ് തുടരാനുള്ള സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കണ്ണൂർ എന്ന ജില്ല, നമ്മളിപ്പോൾ കണ്ണൂരിൻ്റെ നിയമസഭ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്കാലത്തെയും എൽ ഡി എഫിൻ്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള കണ്ണൂരിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ ഒരു നിയമസഭ തെരഞ്ഞെടുപ്പ്? അത് ഞാൻ പറയാന്ന് വെച്ചാൽ മനസ്സിലായി, ചോദ്യം മനസ്സിലായി. അതായത് കണ്ണൂർ എങ്ങനെയായാലും എൽ ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. സാധാരണ രീതിയിൽ പഞ്ചായത്തിൻ്റെ ഒരു ആവർത്തനം എന്നുള്ള അത് തന്നെയാണ് അവിടെ കാണേണ്ടത്. എൽ ഡി എഫിന് ഭൂരിഭാഗം സീറ്റുകളും അവിടെ കിട്ടുക, അതാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അതിൻ്റെ ഇടയിലുണ്ടായത് കുറച്ച് പ്രശ്നങ്ങൾ പാർട്ടിയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. അതായത് വിസ്മയം എന്ന വാക്കുകൊണ്ട് വി ഡി സതീശൻ വിശേഷിപ്പിച്ച ചില സംഭവങ്ങൾ. വിസ്മയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് അവരുടെ പാർട്ടിയുടെ അച്ചടക്കം ഭേദിച്ചുകൊണ്ട് ചില പ്രാദേശിക നേതാക്കന്മാർ യു ഡി എഫിലേക്ക് വരും, എന്നിട്ട് അവരെ സ്ഥാനാർത്ഥി. ഈ ഒരു സ്ഥിതി ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ. അതാണ് കണ്ണൂരിൽ ഇന്ന് എൽ ഡി എഫിന് ഭീഷണിപ്പെടുത്തുന്ന സംഗതികൾ. അല്ലെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിൽ സി പി എമ്മിന് നല്ല ഭൂരിപക്ഷം കിട്ടേണ്ടതാണ്. കുറേ സീറ്റുകൾ അവിടെ മൊത്തമുള്ള മറ്റേ സീറ്റുകൾ എന്ന് പറയുന്നത്, കണ്ണൂരുള്ള മൊത്തം സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 11 സീറ്റാണുള്ളത്. അവിടെ മൃഗീയ ഭൂരിപക്ഷം സീറ്റുകൾ അവർക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായുള്ള പ്രശ്നങ്ങൾ? ഒന്നുണ്ടായിട്ടുള്ളത് ഒരു ധാർമ്മിക പ്രശ്നമുണ്ട്. അതായത് അവിടെ ഈ തലശ്ശേരി എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ടല്ലോ, അതൊക്കെ സാധാരണ അവർ ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന സ്ട്രോങ് ഹോൾഡാണ്. അവിടെ ജയിക്കുക 36,000 വോട്ടിനൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിച്ചിട്ടുള്ളത്. അവിടെ കാരായി രാജൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിനെയാണ് നിർത്തിയിട്ടുള്ളത്. ഈ കാരായി രാജൻ എന്ന് പറയുന്നത് ഒരു കൊലക്കേസ് പ്രതിയാണ്. ഈ പ്രതിയെ പറ്റിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത് ഭീകരമാണ്. ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അയാളുടെ ഒരു സംഘം കൊലപ്പെടുത്താണ്. ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയിട്ട് അയാളുടെ രക്തം പുരണ്ട കുപ്പായം എടുത്ത് ഒരു RSSകാരൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടിടുന്നു. എന്നിട്ട് വർഗീയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള വരെ കുറ്റമുള്ള ഒരു ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ ആളെ പിടിച്ച് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയിട്ട് സി പി എം നിർത്തുകയാണ്. ഇതെന്തിനാണ് സി പി എം നിർത്തുന്നത്? ഇതാണെന്ന് വെച്ചാൽ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്നുള്ള രീതിയിൽ നിർത്താം. ഇത് മാധ്യമങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സി പി എം ഇവിടെ പല സ്ഥാനാർത്ഥികളും നിർത്തിയിട്ടുണ്ട്, അത് അധികം യു ഡി എഫിനെതിരെയാണ്. പക്ഷേ കുറച്ച് സീറ്റുകൾ നിർത്തിയുള്ളത് മാധ്യമങ്ങൾക്കെതിരെയാണ്. അതായത് നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളുടെ സഖാവിനെ എത്രമാത്രം പൊതുമധ്യത്തിൽ നഗ്നനാക്കി അധിക്ഷേപിച്ചാലും ജനങ്ങളുടെ കോടതിയിൽ അവൻ തെറ്റുകാരനല്ല എന്ന് മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്ഥാനാർത്ഥികളാണ്. അതിലൊരാളാണ് കാരായി രാജൻ. ഇങ്ങനെ നിർത്തുന്ന സ്ഥലത്ത് വെച്ചാൽ അവിടെ ആരെ നിർത്തിയാലും ജയിക്കും, ഞങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞ കൊണ്ടുള്ള ഒരു എന്താ പറയുക, ജനങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളി നടത്തിയിട്ടുള്ള ചില സ്ഥാനാർത്ഥികൾ. അപ്പോൾ നമുക്കറിയാം ഈ കാരായി രാജൻ എന്ന് പറയുന്ന കക്ഷി മാധ്യമങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥി. അടുത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നിട്ടുള്ളത് PK ശ്യാമള എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ PK ശ്യാമളയുടെ പ്രത്യേകത, അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ MLA. അദ്ദേഹം ജയിച്ചത് 22,689 വോട്ടിലാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചുള്ളത്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരാളെ പിടിച്ച് അവിടെ നിർത്തുകയാണ്. ഈ നിർത്തിയ ആളുടെ കുടുംബാധിപത്യം എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമല്ല ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തകർ അടക്കം എതിർക്കുന്നത്. അവർക്ക് വേറെ ഒരു ഡാമേജ് കൂടി ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ആന്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ ആ ഭാഗത്താണ്. അവിടെ സാജൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തകനല്ല, ഒരു പാർട്ടി അനുഭാവി ഒരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങുകയാണ്. ആ തുടങ്ങാൻ വേണ്ടി 10-18 കോടി അവിടെ ചിലവാക്കുന്നു. പക്ഷേ ഇവരതിന് പെർമിഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ അയാൾ നിരാശഭരിതനായി ആത്മഹത്യ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ പിറകിൽ ഈ PK ശ്യാമളയാണ് അന്ന് അതിന് അനുവാദം കൊടുക്കേണ്ട, അതായത് നഗരസഭയുടെ ചെയർമാൻ. അപ്പോൾ അവർക്കതൊരു ആ കാലത്ത് അവർക്കെതിരെ പത്രങ്ങൾ ഒരുപാട് ഈ കാര്യങ്ങളെ പറ്റി എഴുതുന്നുണ്ടായി. അപ്പോൾ ഇവരെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പിറകിലുള്ള ഒരു പ്രധാന ഘടകം മാധ്യമങ്ങൾക്കെതിരെയാണ്. മാധ്യമങ്ങൾക്കെതിരെ നിർത്തിയുള്ള സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ എത്ര മാത്രം തേജോവധം ചെയ്താലും മാപ്രകളെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഇവർ ഈ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ്. പക്ഷേ ഇവരുടെ പാർട്ടിക്ക് ഉള്ളിൽ പോലും ഇവരെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുണ്ടായിരുന്നു. അതിലൊരാളാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന TK ഗോവിന്ദൻ മാഷ്. അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വരികയും UDF സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. UDF സ്ഥാനാർത്ഥി എന്നല്ല, UDF പിന്തുണ കൊടുക്കുന്ന സ്വതന്ത്രരായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ട മുൻതൂക്കം അവിടെ നഷ്ടപ്പെടുകയാണ്. മറ്റൊരാളെ ഇതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. അത് പയ്യന്നൂരാണ്. ഈ പയ്യന്നൂർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പാർട്ടി ഗ്രാമമാണ്. അവിടെ 48,150 വോട്ടിനൊക്കെയാണ് ജയിക്കുക. ഈ 48,150 വോട്ട് കിട്ടിയ ചിലയിടത്തൊക്കെ നമ്മൾ പാസ്സാകും. അതിനാണ് ജയിക്കുക. അതായത് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലമുള്ള കുറേ മനുഷ്യർ. അപ്പോൾ അവർക്ക് അവിടെ വേറെ നിവൃത്തിയൊന്നുമില്ല. വേറൊരു സ്ഥാനാർത്ഥി വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ നിന്ന് വെറുതെ കാശ് പിരിച്ചു പോകാന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഈ TI മധുസൂദനൻ എന്ന് പറഞ്ഞ ആൾ പക്ഷേ ഇതുപോലെ ഒരു ഡാമേജ് അദ്ദേഹത്തിൻ്റെ പേരിലൊരു ആരോപണമുണ്ട്. അത് നിസ്സാര ഒരു ആരോപണമല്ല. ആ ആരോപണം ഉയർത്തിയത് K കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ പാർട്ടിയിലൊരു സഖാവാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അവിടെ ധനരാജ് എന്ന് പറഞ്ഞ ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു പാർട്ടിക്ക്. അദ്ദേഹത്തിൻ്റെ പേരിൽ പിരിച്ച പൈസ കട്ടെടുത്തു ഈ TI മധുസൂദനെ സ്വന്തം അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. രേഖാമൂലമാണ് തെളിച്ചത്. അപ്പോൾ പത്രങ്ങൾ ഇത് എന്തായാലും എഴുതാതിരിക്കില്ലല്ലോ. അപ്പോൾ പത്രങ്ങൾ എഴുതിയ നിലയ്ക്ക് ഞങ്ങൾ അയാളെ തന്നെ സ്ഥാനാർത്ഥി നിർത്തും. നിങ്ങൾ തേജോവധം ചെയ്ത സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വിജയിപ്പിക്കും. ഈ സ്ഥാനാർത്ഥി മാധ്യമങ്ങൾക്കെതിരെ നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. UDF അല്ലാതെ നിർത്തുന്നത്. ഇത്തരം സ്ഥാനാർത്ഥികൾ, അത് UDF അല്ലാതെ മാപ്രകൾക്കെതിരെ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന പാർട്ടിയാണ് LDF. അപ്പം ഇവിടെയൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാർട്ടിയുടെ വോട്ടുകളിൽ വരുന്ന ചോർച്ചയാണ്. അതാണ് LDF പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ കാത്തുസൂക്ഷിച്ച കണ്ണൂരിലെ നല്ലവരായ ജനങ്ങൾ അവരെ കൈവിടാനുള്ള സാധ്യത പല സീറ്റുകളിലും നമ്മൾ കാണുന്നു. എങ്കിലും കോൺഗ്രസ് പാർട്ടി പറയുന്നത് അവർക്കിപ്പോഴും ഈ 11 സീറ്റിൽ 4 സീറ്റ് മാത്രമേ അവർ ജയിക്കുന്നു എന്ന് പറയുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടായിട്ട് അവർ പറയുന്നത് ഇരിക്കൂർ എന്ന് പറഞ്ഞ മണ്ഡലം, അത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അത് സാധാരണ അവർ ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ അഴീക്കോട് മത്സരിച്ച് ജയിക്കാവുന്ന ഒരു സ്ഥലമാണ്. പണ്ട് KM ഷാജിയൊക്കെ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. MB രാഘവൻ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമെന്ന് അവർ കരുതുന്നു. അതുപോലെ കണ്ണൂർ എന്ന് പറഞ്ഞ സീറ്റ് ഇതുപോലെ മത്സരിച്ചാൽ ഗവൺമെൻറ്റിനെതിരെ ഒരു ചെറിയ തരംഗമുണ്ടെങ്കിൽ ജയിക്കാവുന്ന സീറ്റാണ്. അതുപോലെ പേരാവൂർ സണ്ണി ജോസഫ്, അത് ഓൾറെഡി ജയിച്ച് കിടക്കുന്ന ഒരു മണ്ഡലം. അങ്ങനെ 4 സീറ്റാണ് അവർക്ക് കിട്ടുന്നവർ പറയുന്നുള്ളൂ. അവർക്ക് പോലും 4 സീറ്റാണ് ഇത്രയും ഉറപ്പുള്ളൂ. കണ്ണൂർ 11 സീറ്റിൽ 4 സീറ്റ് മാത്രമേ UDF വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഈ പയ്യന്നൂർ പ്രശ്നമാണ്. പയ്യന്നൂർ 48,000 വോട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ നിൽക്കുന്നത് പാർട്ടിയിൽ നിൽക്കേണ്ട കാലം പ്രവർത്തിച്ച ആളാണ്. അയാൾക്ക് പാർട്ടിക്കുള്ളിൽ ബന്ധങ്ങളുണ്ടായിരിക്കും. സ്ത്രീകളുണ്ട്, വലിയൊരു സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. 50% മേലുണ്ടല്ലോ. അവരൊന്നും ഇതുപോലെ പൊളിറ്റിക്കലായിട്ടല്ല ചിലപ്പോൾ വോട്ട് ചെയ്യുക. നമ്മൾ പൊളിറ്റിക്സ് അറിയാവുന്ന ആളുകളെക്കാൾ കൂടുതൽ പൊളിറ്റിക്സ് അവർ പുറത്തെടുക്കും. വൈകാരികമായിട്ടായിരിക്കും. അവർക്ക് ഇതിനൊന്നും കൂട്ടുവെക്കാനൊന്നും ഇഷ്ടമില്ല. ചിലപ്പോൾ അവരുടെ ഭർത്താവ് പറയുന്നുണ്ടാവും പാർട്ടിയോടൊപ്പം നിൽക്കണം, അവൻ വർഗവഞ്ചകനാണ്. പക്ഷേ സ്ത്രീകളെ ആ രീതിയിലുള്ള പട്ടാളച്ചട്ടയിലല്ല അവർ പോകും. അവർ വർക്ക് ചെയ്യുന്നത് വേറെ രീതിയിലുള്ള, അവർക്ക് മോറൽസ് വേറെയാണ്. അവരുടെ മോറൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 48,000 വോട്ടൊക്കെ അവിടെ പോയി കിട്ടും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുപോലെ തന്നെ ഈ തളിപ്പറമ്പ് ഈ ആന്തൂർ സാജൻ്റെ സംഭവം വലിയ വിഷയമാണ്.
ഈ ഈ ശ്യാമളേനെ മാത്രം പിടിച്ച് നിർത്തിയത് കൊണ്ട് മാത്രം ഒരു പക്ഷേ ആ സീറ്റ് പോവാം. അങ്ങനെ നോക്കുമ്പോൾ 4 സീറ്റ് എന്നുള്ളത് 6 സീറ്റിലേക്ക് UDF എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ 4ഉം 3ഉം 7 സീറ്റാണ്. ഇപ്പോൾ കാസർഗോഡ് ഒരു 3 സീറ്റും ഇവിടെ ഒരു 4 സീറ്റും കിട്ടും. പക്ഷെ കിട്ടാവുന്ന സീറ്റുകൾ വേറെയുണ്ട്. ഇതാണ് കണ്ണൂരത്തെ ഒരു ചിത്രം. അതായത് ഇക്കാലം അത്രയും തന്നെ LDFന് ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന കണ്ണൂര് പോലും വിജയസാധ്യത വളരെ കുത്തനെ കുറഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ പ്രശ്നമുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു പ്രധാന കാരണമായിട്ട് തോന്നുന്നത് നിലവാരമില്ലാത്ത സ്ഥാനാർത്ഥി നിർണയമാണ് എന്നുള്ളതിൽ സംശയമില്ല. മാത്രവുമല്ല പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് വിമത നീക്കങ്ങൾ, ഒരുപാട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് സ്ഥാനാർത്ഥികൾ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ആളുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരെ ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അടുത്തത് വയനാട്ടിലോട്ട് കിടക്കാം. അപ്പോൾ വയനാടിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും? വയനാട് പൊതുവെ UDF അനുകൂലമായിട്ടുള്ള ഒരു മൊത്തം കുടിയേറ്റക്കാരുടെയും അങ്ങനെയുള്ളൊരു ഒരു സ്ഥിതിയാണ്. പിന്നെ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ട് അവിടെ. ഭൂരിപക്ഷം മുസ്ലിം അല്ല ഞാൻ പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക് നിർണായകമായ ഒരു ശക്തിയുള്ള സ്ഥലമാണ്. അതുപോലെ കഴിഞ്ഞ തവണ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് OR കേളു CPMൻ്റെ അവിടെ ജയിച്ചിട്ടുണ്ട്. എന്നാൽ ആ 3 സീറ്റാണ് ആകെ ഉള്ളത്, അതിലൊരു സീറ്റാണ് ഉള്ളത്. പക്ഷേ ആ സീറ്റ് ഇപ്രാവശ്യം തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പുറത്തെ ക്യാമ്പിലുള്ളത്. അതുകൊണ്ട് അവിടെ അതിൽ കൂടുതൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. അവിടെ T സിദ്ദിഖ് നിൽക്കുന്നുണ്ട് കൽപ്പറ്റയിൽ, അദ്ദേഹം തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. അതുപോലെ IC ബാലകൃഷ്ണൻ നിൽക്കുന്നുണ്ട്, അദ്ദേഹം തന്നെ. അത് അങ്ങനെ അല്ലാതെ മറിച്ചൊരു റിസൾട്ട് വരാനുള്ള യാതൊരു തരത്തിലുള്ള കാരണങ്ങളും അവിടെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഈ 3 സീറ്റ് കൂടി, വയനാട് ജില്ലയിലെ സീറ്റ് കൂടി UDFന് കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 11ലേക്ക് എത്തും, 140. ഇപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രഡിക്ഷനാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോഴിക്കോട് ജില്ല ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു ജില്ലയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ LDFും UDFും നിലവിൽ ഭരണം ഉറപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. കൂടുതലും LDF ആണ്. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ 2 പേർക്കും അതായത് LDFനെ ബീറ്റ് ചെയ്തിട്ട് UDF അവിടെ വരാനുള്ള സാധ്യതയുണ്ടോ, അല്ല വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ അംഗങ്ങളായിരിക്കോ ഇനി കോഴിക്കോട് ഭരിക്കാനായിട്ട് പോകുന്നത്? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ പൊതുവെ ആളുകളുടെ ഒരു അഭിപ്രായം? അതായത് ഇതുവരെയുള്ള പല രാഷ്ട്രീയ വിശകലനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ LDF കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞ തൂത്തുവാരാണ് ചെയ്തിട്ടുള്ളത്. 2 സീറ്റാൻ കണ്ടാണ് UDFന് കൊടുത്തത്, ബാക്കി മുഴുവൻ അവർ തന്നെ പോക്കറ്റിലാക്കാനുണ്ടായത്. ആ ഒരു ചിത്രമല്ല ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. LDFനെതിരെയാണത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഈ വെള്ളാപ്പള്ളി നടേശന് അതിന് വലിയൊരു റോളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ മുസ്ലിങ്ങൾ LDFനെതിരെ നിലപാടെടുക്കുന്നതിന് വലിയ കാരണമായി തീർന്നു. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇവിടെ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന മുന്നണി വഴി നടന്ന് പിണറായി വിജയൻ്റെ കാറിൽ കയറി നടക്കുകയായിരുന്നു. ഇതാണ് പ്രശ്നം. അപ്പം പലതവണ ഇദ്ദേഹം ഈ മലപ്പുറം വിരുദ്ധമായിട്ടുള്ള മലപ്പുറം മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ പോലും ഇയാളെ ഒന്ന് തിരുത്താനോ ഇയാളെ കാറിൽ നിന്ന് ഇറക്കാനോ പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ നാഷണൽ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതിനോട് ചേർന്ന് പോകാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. കാരണം വേറൊരു രക്ഷകൻ ഇനി വരാനില്ല. മുസ്ലിം സമൂഹത്തെ വംശീയമായി തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് മുസ്ലിം സമൂഹം ഭയപ്പെടുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ അല്ലാതെ വേറൊരാൾ ഇനി ഇസ്ലാം സമൂഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കാനില്ല. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ കേരളത്തിൽ നമ്മളിവിടെ നോക്കുമ്പോൾ നാഷണൽ സാഹചര്യം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ, സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ LDFുമായിട്ട് തോളിൽ കൈയിട്ട് നടക്കുന്നു. ഇത് അവരെ
അവരുടെ വോട്ടുകളെ ഏകീകരിച്ച് LDF-നെതിരെ ചെയ്യാനുള്ള പ്രേരണയായിട്ടുണ്ട്. ഈ വെളിച്ചത്തിൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കോഴിക്കോട് ജില്ല റിസൾട്ട് കാണുമ്പോൾ കഴിഞ്ഞ തവണത്തെ സ്ഥിതിയല്ല നമുക്ക് പ്രാവശ്യം നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഒരു 10 സീറ്റെങ്കിലും ഈ UDF പാളയത്തിലേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. അത് തീർച്ചയായിട്ടും വടകരയിൽ KK രമയെ തോൽപ്പിക്കാൻ ഇനി ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും. അതിൻ്റെ ഒരു കാരണം ഇപ്പോഴും TP ചന്ദ്രശേഖരൻ്റെ വധത്തെ, കൊലപാതകത്തെ ഒരു തരത്തിലും ആളുകൾക്ക് മറക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രമ രാഷ്ട്രീയത്തിലുള്ളിടത്തോളം കാലം അത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇവരാണെങ്കിൽ ഈ രീതിയിലുള്ള ആക്ഷൻസ് കുറയ്ക്കും വേണം. അത് അവരുടെ ഇല്ലല്ലോ. അവരിപ്പോഴും ഇത്തരം കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു നിലയ്ക്കും TPയുടെ നാട്ടിൽ നിന്ന് രമയല്ലാതെ ജയിച്ചു വരാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ കുറ്റ്യാടിയിൽ വീണ്ടും മുസ്ലിം ലീഗ് വരും. നാദാപുരം എന്ന് പറയുന്ന എല്ലാ കാലത്തും LDF-നെ വിജയിപ്പിക്കുന്ന മണ്ഡലത്തിൽ പോലും LDF പ്രാവശ്യം പരാജയം നേരിടുമെന്നാണ് രാഷ്ട്രീയ വിശകലനങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരിച്ചു വരും. അതുപോലെ വലിയൊരു റിസൾട്ട് നമ്മൾ കാണാൻ പോകുന്നത് പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഫാത്തിമ തഹ്ലിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് മത്സരിക്കുന്നത്. ഈ ഫാത്തിമ തഹ്ലിയക്കെതിരെ LDF ചെയ്ത ഒരു വർഗീയ പ്രചാരണമുണ്ട്. കൗമിലെ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൾ വോട്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ വേറെ രീതിയിൽ പ്രചരിപ്പിക്കേണ്ടത്. ഇതൊക്കെ തിരിച്ചടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ ആ കുട്ടി വളരെ എഡ്യൂക്കേറ്റഡാണ്. ഒരു എന്താ പറയുക, മുസ്ലിം സമൂഹത്തിൽ നിന്ന് എന്താ പറയുക പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി വരിക, അതും വളരെ ചെറുപ്പമാണ്. ആളുകളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. രാഷ്ട്രീയം പറഞ്ഞിട്ട് രാഷ്ട്രീയം നന്നായി പറയാൻ അറിയുന്ന പെൺകുട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സ്ഥലം, ഈ പേരാമ്പ്ര എന്ന് പറയുന്നത് 22,590 വോട്ടുകളോളം TP രാമകൃഷ്ണൻ ജയിച്ച മണ്ഡലത്തിൽ ഫാത്തിമ തഹ്ലിയ ചരിത്രം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ അപ്പോൾ നമ്മൾ പേരാമ്പ്രയുടെ കാര്യം പറഞ്ഞു. അതുപോലെ ഏലത്തൂര്, അതൊക്കെ കുറേ വർഷങ്ങളായി തന്നെ ആളുകൾ മാറി ചിന്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലമാണ്. AK ശശീധരൻ എന്ന് പറയുന്ന ഒരു LDF പോരാളിയാണ് അവിടെ ഉള്ളത്. പക്ഷെ ആ പോരാളി കുറച്ച് പ്രായമായി പോയി. അതൊക്കെ തോൽക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത്, അത് എന്നും LDF-ൻ്റെ ഒരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കയ്യിൽ നിന്ന് പോയതാണ്. അതൊക്കെ തിരിച്ചു പിടിക്കും. അതുപോലെ കുന്നമംഗലം തിരിച്ചു പിടിക്കും. കൊടുവള്ളി PK ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ യൂത്ത് നേതാവ്, അത് തിരിച്ചു പിടിക്കും. തിരുവമ്പാടിയിൽ കാസിം തിരിച്ചു പിടിക്കും. അങ്ങനെ 10 സീറ്റുകളോളം കോഴിക്കോട് UDF തിരിച്ചെത്തും എന്നുള്ളതാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട 3 ഇതിൽ കണ്ണൂർ ഒരുമാതിരി LDF-ന് ഒപ്പം നിൽക്കും എന്ന് തന്നെ നമ്മൾ കണക്കൂട്ടി. കാസർഗോഡും 1-2 സീറ്റുകളായിട്ട് നിൽക്കുന്നു നമ്മൾ കണക്കൂട്ടി. പക്ഷെ നമുക്കൊരു UDF-ലേക്കുള്ളൊരു ചായ്വ് യഥാർത്ഥത്തിൽ കാണിക്കുന്ന ഒരു സ്ഥലം നമ്മളിപ്പോൾ എത്തിയത് കോഴിക്കോട് ജില്ലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അടുത്തതായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ അത് ചർച്ച ചെയ്യാൻ നിൽക്കുന്നത് മലപ്പുറത്തെ കുറിച്ചാണ്. അപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളിൽ മലപ്പുറം എന്നും എപ്പോഴും ന്യൂസുകളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടെയാണത്. ഈവൻ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന പല മതരാഷ്ട്രീയ പാർട്ടികളുടെയും വാദങ്ങൾ വരെ. അപ്പോൾ ഈ എന്നും എൻ്റെ ഒരു അഭിപ്രായത്തിലും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലപ്പുറം ജില്ല UDF മെജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ്. എങ്കിൽ പോലും കുറച്ചധികം സീറ്റുകൾ UDF നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മതരാഷ്ട്രീയ പാർട്ടികൾ ഈ മതരാഷ്ട്രീയ പാർട്ടികൾ LDF-ഉം UDF-ഉമായിട്ട് സഖ്യം ചേർന്നതിന് ശേഷവും എന്തായിരിക്കും മലപ്പുറത്തിൻ്റെ ഒരു ഫലപ്രഖ്യാപനം? ഏതൊക്കെ രീതിക്കാണ് ഈ ഒരു സഖ്യകക്ഷി കൂടലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മുൻഫലങ്ങൾ ഈ വരുന്ന ഫലങ്ങളുമായിട്ട് എത്രത്തോളം മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്? ഈ മലപ്പുറം വെറുതെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മലപ്പുറത്തെ വാർത്തയാക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ വിഭജനം നിങ്ങൾ എടുത്തു പറഞ്ഞല്ലോ, ഷാജിദ് എടുത്തു പറഞ്ഞു. ഒരു ജില്ല വിഭജിക്കുന്നത് സത്യത്തിലൊരു വിഷയമേ അല്ല. കാരണം ഒരു ജില്ല വിഭജിക്കുക എന്ന് പറയുന്നത് ഭരണ സൗകര്യം കൂട്ടേ ഉള്ളൂ. ഒരു ജില്ല, നമ്മൾ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല, അതിൻ്റെ ഒരു ഭാഗം കിടക്കുന്നത് നമുക്കറിയാം തമിഴ്നാട് അതിർത്തിയോടൊക്കെ ചേർന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക.
അപ്പോൾ അവിടുന്ന് ഒരാൾക്ക് ഒരു കാര്യം നടത്തണമെങ്കിൽ അതിന് ജില്ലാ കേന്ദ്രത്തിലേക്ക് എത്ര ദൂരം വരും. നമ്മളൊരു ജില്ല വിഭജിച്ച് അതിന് 2 ഡിഫറൻറ്റ് ആസ്ഥാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമേ ചെയ്യുള്ളൂ. ഇതിപ്പോൾ സംസ്ഥാനം വിഭജിക്കുന്നതെന്ന് പറയുന്ന പോലത്തെ നല്ലത്. ഒരു ജില്ല വിഭജിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നല്ലാതെ വേറെ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പം വെറുതെ അത് ഇഷ്യൂ ആക്കുന്നത് വെച്ചാൽ അത് മുസ്ലിങ്ങൾ ഇത് ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവരവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർക്ക് അത്രയും ഈ കൗണ്ട് വരുന്നത് എന്നുള്ളൊരു അഭിപ്രായം വരുന്നത്. ആക്ച്വലി ഇന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളില്ല എന്നുള്ളതാണ്. കുട്ടികളില്ല നമുക്ക്. നമ്മളുടെ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രായമായ ആളുകളുടെ ഒരു സമൂഹമായിട്ട് മാറും. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ചെയ്തിട്ടുള്ളത് അറിയാമോ? ആന്ധ്രാപ്രദേശിൽ മതിയായ കുട്ടികളില്ലാത്തത് കൊണ്ട് 3 പേരെങ്കിലും പ്രസവിക്കാനാണ് അവർ പറയുന്നത്. അതിനൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട്, കാശും കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് അവിടെ നിയമസഭ തീരുമാനിച്ചത്. ഇതിപ്പോൾ കേരളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജനസംഖ്യ നമുക്ക് മതിയായ രീതിയിൽ ഇല്ല. ഇതാണ് ഒരു പ്രശ്നം. നമുക്ക് 2 പേർക്ക് 2 കുട്ടികൾ വേണോ? 2 പേർക്ക് 2 കുട്ടികൾ ഉണ്ടായാലല്ലേ ഒരു സമൂഹം അതേപോലെ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വംശത്തിന് നാശം ഉണ്ടാവും. പണ്ട് നമ്മൾ അങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്. പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഏത് വീട്ടിൽ ചെന്നാലും ഏത് ഹിന്ദുവിൻ്റെ വീട്ടിലുണ്ടാവും ഒരു 6 എണ്ണം, മുസ്ലിമിൻ്റെ വീട്ടിലുണ്ടാവും 6 എണ്ണം, കുറച്ച് കുറവൊന്നും ക്രിസ്ത്യനാണ്, എന്നാൽ അവിടെയും കാണും 5-8 എണ്ണം. ഇതെന്ന് വെച്ചാൽ ഇതായിരുന്നു നമ്മുടെ സ്ഥിതി. അന്ന് നമുക്ക് തീറ്റിപ്പോറ്റാൻ നമുക്ക് മാർഗമില്ല, കൃഷി ശാസ്ത്രീയമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൃഷി ശാസ്ത്രീയമായി നമുക്ക് ഫുഡൊക്കെ കൃത്യമായിട്ട് വന്നു. ഈ ഉള്ള ആളുകൾ നമ്മുടെ ഏറ്റവും വലിയ ഫോഴ്സായി വർക്ക് ഫോഴ്സായിട്ട് മാറി. ജനസംഖ്യ വർക്ക് ഫോഴ്സായിട്ട് മാറി. 140 കോടി ജനമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ട് മാറി. ഇപ്പോൾ കാലങ്ങൾ മാറി. ഇന്നിപ്പോൾ ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ലോകസഭയിലെ പ്രാതിനിധ്യം പോലും. ജനസംഖ്യേനെ അടിസ്ഥാനപ്പെടുത്തി ലോകസഭയിലെ പ്രാതിനിധ്യം നോക്കുമ്പോൾ ബീഹാറിൽ 3 പേരെ ഏവറേജ് ഒരു ഫാമിലി പെറ്റുകൂട്ടുന്നു, മധ്യപ്രദേശിന് അതിനടുത്ത് പെറ്റുകൂട്ടുന്നു, രാജസ്ഥാനിൽ പെറ്റുകൂട്ടുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടും. ജനസംഖ്യയുടെ നമ്മൾ നാം 2 നമുക്ക് 2 എന്നുള്ള പദ്ധതി വിജയിപ്പിച്ചതുകൊണ്ട് നമ്മുടെ പെർസെൻറ്റേജ് കുറഞ്ഞു. മനസ്സിലായോ? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ നാം 2 നമുക്ക് 2 എന്നുള്ള ഒരു കാര്യമല്ലേ, അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഇത്രത്തോളം ജനസംഖ്യ ഉണ്ടെങ്കിൽ പോലും ഇത്രയും ജനസംഖ്യ അത്രയും ജനങ്ങൾക്ക് ഒരു നല്ല ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ജീവിത നിലവാരം, ഇതൊന്നും തന്നെ കൊടുക്കാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ രാജ്യത്തിൽ നമുക്ക് കഴിയുന്നില്ല, കേന്ദ്രത്തിന് കഴിയുന്നില്ല. അപ്പൊ ജനസംഖ്യ കുറവാക്കുക, അത് മനഃപൂർവ്വം നമ്മളിപ്പോൾ ഒരു എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ തന്നെ അവർക്ക് 10, 8, 9 മക്കളോളം ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരാണ്. അപ്പോൾ ആ ഒരു ജനസംഖ്യ കൺട്രോൾ ചെയ്യുന്നത് അതൊരു പരിധിവരെ നല്ലൊരു മികച്ച ഒരു ജീവിത നിലവാരം അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനല്ലേ സഹായിക്കുന്നു. അതാണല്ലോ, അങ്ങനെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കില്ലാത്ത കാലത്ത് നമ്മൾ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. ഇവിടെ പുരുഷന്മാരെ പോലും വന്ധീകരണം നടത്തിയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. അവർക്കൊരു ബക്കറ്റും ഒക്കെ കൊടുക്കും അതിൻ്റെ ഫ്രീ ആയിട്ട്. അങ്ങനെയാണ് അങ്ങനെ നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നമ്മളത് വിജയിപ്പിച്ചു. ഏത് ജനസംഖ്യ നമ്മൾ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ അത് റിവേഴ്സ് അടിച്ചു. ആവശ്യമുള്ള കുട്ടികൾ ഇല്ലാണ്ടായി. അപ്പം ചില മതപരമായ കാരണങ്ങളാൽ, വിദ്യാഭ്യാസത്തിൻ്റെ ചില കുറവുകളാൽ ചില സമുദായങ്ങൾ, മുസ്ലിം പോലുള്ള സമുദായങ്ങളിൽ അപ്പോഴും ഇത്രയ്ക്ക് ജനസംഖ്യ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കാലം മാറിയപ്പോൾ മറ്റുള്ള സമൂഹങ്ങളിലൊക്കെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ 2-ന് 2 ഇല്ലാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്കിപ്പോൾ അങ്ങനെ കുട്ടികൾ കുറയേണ്ട ആവശ്യമില്ല നമ്മുടെ സമൂഹത്തിൽ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 7ാമത്തെ പ്രസവത്തിൽ ഒരു മുസ്ലിം യുവതി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേസ്, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്നു, പക്ഷെ ഇതിൻ്റെ ഒരു ഡാർക്കസ്റ്റ് സൈഡായിട്ട് ഇതുപോലെയുള്ള പ്രസവങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കും. ഭയങ്കര കഷ്ടം. അതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം മതം മാത്രമല്ല. അതിൻ്റെ കാരണം മതത്തിൽ കാരണങ്ങളുണ്ടായിരിക്കാം. ഇത് ചില ആളുകൾ ഇപ്പോഴും
ഇപ്പോൾ ഹിന്ദു സമൂഹത്തിലെടുക്കുക, അപ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവിടെ പോലും അശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സ നടത്തുന്നവരില്ലേ? ഹാർട്ടിന് ശസ്ത്രക്രിയ നടത്താതെ ഹോമിയോ മരുന്ന് കഴിച്ച് കിടക്കുന്ന ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടംപോലെ ആളുകളെ നമുക്ക് കാണിച്ചു തരാം. ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്ക് തണ്ടലിൽ ചിലപ്പോൾ ക്യാൻസറിന്റെ ആരംഭമായിരിക്കാം, പക്ഷെ അത് ഉഴിച്ചില കൊണ്ട് മാറ്റിയെടുക്കാൻ നടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണിച്ചു തരാം. സൈഡ് എഫക്റ്റ് വരും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് ചില സമൂഹം കുറേശ്ശെ മാറി വരുമ്പോഴും ചില ആളുകൾ പഴയ രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ അവരുടെ 60 കൊല്ലം മുമ്പുള്ള 50 കൊല്ലം മുമ്പുള്ള സ്ഥിതിയല്ല ഞാൻ ഈ പെറ്റുകൂട്ടുന്ന കാര്യത്തിലാണ് പറയുന്നത്. ഹിന്ദുക്കൾ പെറ്റുകൂട്ടുന്നത് വല്ലാണ്ട് കുറഞ്ഞു, ക്രിസ്ത്യൻസ് പെറ്റുകൂട്ടുന്നത് വല്ലാണ്ട് കുറഞ്ഞു. ആ അളവിൽ നോക്കുമ്പോൾ അവരുടെയും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകളിൽ അവിടെ 7ാമത് പ്രസവിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിൽ പ്രസവിക്കുന്നു. അതിൻ്റെ കാരണം മതമല്ല എന്നാണ് ഞാൻ പറയുന്നത്. മതം മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പം മതവിശ്വാസികളല്ലാത്ത ആളുകൾ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അടിയന്തിരമായി ശസ്ത്രക്രിയ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും ഹോമിയോ മരുന്ന് കഴിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. ഇതിന് നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് അത് മതം കൊണ്ട് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ താങ്കളുടെ അഭിപ്രായ പ്രകാരം മലപ്പുറം ജില്ല 2ആയിട്ട് വിഭജിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. 2 ജില്ലകളൊക്കെ പരമാവധി ചെറിയ രീതി ആകുകയും ആളുകൾക്ക് ഏറ്റവും അടുത്ത് ആക്സസ് കിട്ടുന്ന ഒരു കളക്ടറേറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന വെച്ചാൽ അതാണ് നല്ലത്. അതിനൊന്നും യാതൊരു തർക്കമില്ല. നമ്മൾ മതപരമായിട്ട് നമ്മൾ കാണുകയും മതത്തിന്റെ പേരിലാണ് വിഭജിക്കുന്നത് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന മതമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വിഭജിച്ച് കിട്ടണം എന്ന് പറയുന്നത് തെറ്റാണ്. അതല്ല, അത് സൈസ് ഓഫ് ഞങ്ങളുടെ ജില്ല കൂടുതലാണ്, ഞങ്ങളുടെ ഭൂവിസ്തീർണം കൂടുതലാണ്. ഞങ്ങൾക്ക് ഈ മറ്റേ എന്താ പറയുക ആ ഒരു സ്ഥലമുണ്ട്, നാടുകാണി ചുരത്തിൻ്റെ അവിടെ നിന്ന് വരണം, ഇവിടേക്ക് മലപ്പുറത്തേക്ക് വരണം ഒരു കാര്യം നടത്താൻ. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഏരിയയിലുള്ള കുറച്ച് ഗ്രാമങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് തെറ്റല്ല. അതിലൊന്നും ഒരു ഇതായിട്ട് കാണാൻ കഴിയില്ല. തീർച്ചയായിട്ടും. ഇത് നമുക്ക് ഇലക്ഷനിലേക്കാണല്ലോ പോകേണ്ടത്, നമ്മൾ വേറെ കാര്യങ്ങളിലേക്കാണ് പോയത്. അപ്പോൾ ഈ മലപ്പുറത്തെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ടി പി സെൻകുമാറിനെ പോലുള്ള ആളുകൾ നിരന്തരമായിട്ട് അനാവശ്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അസൂയ നിറഞ്ഞ രീതിയിൽ കുറേ അവരുടെ തന്നെ കുറേ എന്താ പറയുക അവരെ ഫ്രസ്ട്രേഷൻസ് പറയുകയും ചെയ്യുന്നു. ഇതൊക്കെ പൊതുസമൂഹത്തിൽ വരുമ്പോൾ പത്രങ്ങളും മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൊതുവിൽ മലപ്പുറത്തിരിക്കുന്ന മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ നോക്കുക. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാരാ? ഇപ്പോൾ ടി പി സെൻകുമാറിനെ പ്രോത്സാഹിപ്പിക്കുന്നത് BJP-കാരാണ്. അപ്പോൾ അവിടെ മലപ്പുറത്ത് ജീവിക്കുന്ന സമൂഹത്തിൽ BJP ആളുകളോടൊരു എന്താ പറയുക അവരോടൊരു വിമുഖത വരും, അവർക്കെതിരെ ഐക്യപ്പെടാൻ തോന്നും. വെള്ളാപ്പള്ളി നടേശനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് LDF ആണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ഏകീകരണം അവിടെ ഉണ്ടാവും. ഈ ഏകീകരണത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ കോഴിക്കോട് ഉണ്ടായ അതേ സംഭവം തന്നെയാണ് മലപ്പുറത്ത് ഉണ്ടാകാൻ പോകുന്നത്. മുമ്പ് 16 സീറ്റിൽ കുറച്ച് സീറ്റുകൾ LDF-ന് കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയിരുന്നു, അതുപോലെ പ്രാവശ്യം കിട്ടാനുള്ള സാധ്യതയില്ല. എല്ലാ സീറ്റും 16 സീറ്റും തൂത്തുവാരാനുള്ള ട്രെൻഡാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഒരു വലിയൊരു സ്ഥലമാണ് എന്ന് വെച്ചാൽ ഒരു വലിയ 16 നിയോജകമണ്ഡലമുള്ള ഒരു സ്ഥലമാണ്. ഏത് ട്രെൻഡിനും അതിജീവിക്കുന്ന ഒരാളുണ്ടാവാം. ഒരാളുണ്ടാവും, ആ ഒരാൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഒരു കണക്കുള്ള 15 സീറ്റ് UDF അവിടെ നിന്ന് പിടിച്ചെടുക്കും. അപ്പോൾ ഇനി എൻ്റെ സ്വന്തം ജില്ലയായ പാലക്കാടിനെ കുറിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലം നമുക്കതിനെക്കുറിച്ച് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വലിയൊരു ഭരണമാറ്റത്തിന് സ്കോപ്പ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം. അതെ, LDF-ന്റെ ഒരു ജില്ലയാണ് അത്. അതെ, LDF-ന് വളരെ നിയമസഭയിൽ, ലോക്സഭയിൽ പലപ്പോഴും വേറെ ആളുകളൊക്കെ ജയിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ LDF നിയമസഭയിൽ തൂത്തുവരുന്ന ഒരു സ്ഥലം തന്നെയാണ്. തൂത്തുവരെന്ന് പറയാൻ പറ്റില്ല, മെജോറിറ്റി ഓഫ് സീറ്റ്സ്. ഇപ്പോൾ അവിടെ ആകെ സീറ്റ് എന്ന് നമുക്ക് പറയാനുള്ളത് ആകെ 12 സീറ്റ് ഉണ്ട്. അതിൽ ഭൂരിഭാഗവും ജയിക്കാറുള്ളത് CPM ആണ് അല്ലെങ്കിൽ LDF ആണ്. കഴിഞ്ഞ തവണ തൃത്താല മണ്ഡലം പോലും CPM പിടിച്ചെടുത്തു. തൃത്താല മണ്ഡലം പോലും എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ MLA എന്നറിയപ്പെടുന്ന VT ബലറാം എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് പോലും പോയി.
നഷ്ടപ്പെട്ടു എന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്രാവശ്യം ഒരു വി.ഡി. സതീശൻ പറഞ്ഞ വിസ്മയം എന്ന് പറഞ്ഞൊരു പദമുണ്ട്. അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് വന്ന ആളുകൾ. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ വിസ്മയം തലകുത്തി വീഴത കാണുന്നത്. ഇതുവരെയുള്ള വിസ്മയങ്ങൾ എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയുള്ള ആളുകളെയാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്, നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യരാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒറ്റപ്പാലം മണ്ഡലത്തിൽ കാണുന്നത് ശശിയാണ്. ശശി എന്ന് പറയുന്ന കക്ഷിയെ UDF സ്ഥാനാർത്ഥിയായി നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ പൊതുവെ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം നമ്മൾ കാണുന്നത് കുറച്ചു നാൾ മുമ്പ് കണ്ടത് രാഹുൽ മാങ്കുണ്ടത്തെ മാതൃകാപരമായിട്ട് സംഘടനയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വിസ്മയം വന്നപ്പോൾ ശശി ഇതിനുള്ളിലേക്ക് വന്നു. അപ്പോൾ അതൊരു മൊത്തത്തിലുള്ള UDFിനെ പറ്റിയുള്ള ഒരു അഭിപ്രായത്തിൽ ഒരു മാറ്റിന് കുറവ് വന്നിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. ഇതുകൊണ്ട് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് UDF ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, സതീശ് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപക്ഷെ LDF ക്യാമ്പുകളിൽ പരമാവധി കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അവരുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അണിനിരത്തിക്കൊണ്ട് അവർക്ക് വോട്ട് ചെയ്ത് വരുന്ന ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, മറ്റു 140 മണ്ഡലങ്ങളിലും ഒരു വോട്ടിംഗ് അതിനനുസരിച്ച് ഒരു സ്വിംഗ് ഉണ്ടാക്കുക, ഇതൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ പൊതുവെ നമ്മൾ എന്ത് തന്നെ അവിടെ കുത്തി മറഞ്ഞാലും ഒരു 4 സീറ്റ് 5 സീറ്റിൽ കൂടുതലൊന്നും അവിടെ UDFന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിൽ തൃത്താല വീട്ടി ബൽറാം MP രാജേഷിൽ നിന്ന് വീണ്ടും തിരിച്ചു പിടിക്കും, അതിൽ തർക്കമൊന്നുമില്ല. വോട്ടെണ്ണേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങനെയാണ്. പിന്നെ പട്ടാമ്പിയിൽ ഒരുപക്ഷെ ഒരു മാറ്റം ഉണ്ടാവും. അവിടെ നമ്മളൊരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ JNUവിലൊരു പയ്യനാണ് അവിടെ 2 തവണയായിട്ട് നിന്ന് ജയിക്കുന്നത്. അത് മുഹമ്മദ് മുഹസീനാണ്. പക്ഷേ മുഹമ്മദ് മുഹസീൻ ഇപ്രാവശ്യം കയ്യിൽ നിന്ന് പോകാൻ വഴിയുണ്ട്. അതുപോലെ മണ്ണാർക്കാട് സ്ഥിരമായിട്ട് UDFിൻ്റെ ഒരു മണ്ഡലമാണ്, അത് നിലനിർത്തും. പാലക്കാട് രമേഷ് പിഷാരടി ജയിക്കുന്നതിനുള്ളൊരു സാഹചര്യം വന്നു ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം രമേഷ് പിഷാരടിയുടെ ഒരു വിജയം ഒരു വലിയ കൺഫ്യൂഷനിലായിരുന്നു. ശോഭ സുരേന്ദ്രൻ അവിടെ മികച്ച് നിൽക്കുക തന്നെയായിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് അവരുടെ യഥാർത്ഥ സ്വഭാവ ആളുകൾ പുറത്ത് കണ്ടു. അതായത് വോട്ടിന് ക്യാഷ് കൊടുക്കുന്നത്. ഇതൊന്നും എനിക്ക് നമ്മുടെ കേരളത്തിലെ നമ്മൾ പറയുന്ന മലയാളികൾ എന്ന് പറയുന്ന ആളുകളുടെ ഒരു മോറൽസിന് യോജിക്കുന്നതല്ല. പക്ഷെ ഇവർക്ക് പ്രകടമായിട്ട് നമ്മൾ കണ്ടത് വീഡിയോ കണ്ട നിലയ്ക്ക് ഇവിടുത്തെ നമ്മളിന്ന് വോട്ടർമാരുടെ ഒരു മനോനില, അവരുടെ ഒരു മോറൽ എന്ന് പറയുന്നത് ഇതിനൊക്കെ എതിരാണ്. ചിലപ്പോൾ അവരുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് തോന്നുന്നുണ്ടാവും എന്ത് ഹീന മാർഗം ഉപയോഗിച്ചും ജയിക്കണമെന്ന്. പക്ഷെ പാർട്ടിക്കാരല്ലല്ലോ സാധാരണ ആളുകൾ, എല്ലാവരും പാർട്ടിക്കാരല്ല. പാർട്ടി എന്ന് പറയുന്നത് നടക്കുന്നവരൊക്കെ വളരെ കുറവുള്ളൂ. പാർട്ടി അനുഭാവികളായിട്ട് കുറേ ആളുകളുണ്ടായിരിക്കും. പക്ഷേ സ്ഥിരമായി വോട്ട് ചെയ്ത് വരുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഇത്രയ്ക്കൊക്കെ പോകണോ എന്ന് തോന്നും. ശോഭ സുരേന്ദ്രനെ പറ്റിയിട്ട് അല്ലെങ്കിൽ തന്നെ വളരെയധികം കംപ്ലൈൻ്റ് ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ. അവർക്ക് ഫിനാൻഷ്യലി അവർ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവർ 5-10 സ്ഥലത്തൊക്കെ നിന്ന് ഇതുപോലെ നിൽക്കുകയും അവർ നിൽക്കുന്നത് തന്നെ എന്താ പറയുക കാശ് പിരിക്കാനാണെന്ന് തോന്നുന്നത്. ഇത്രയധികം സ്ഥലത്ത് നമ്മൾ ഇതിന് നോക്കുമ്പോൾ ഒക്കെ ലിസ്റ്റ് നോക്കുമ്പോൾ പലയിടത്തും തോറ്റ പട്ടികയിൽ ഇവരെ കാണാൻ പറ്റും. പ്രമുഖ മണ്ഡലങ്ങളിൽ നിന്നിട്ട് ഒരുപാട് തോറ്റിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ജയിക്കുന്ന ഒരു സീറ്റിലേക്ക് ഒരു സ്ഥിതിയിലേക്ക് വന്നു എന്ന് വെച്ചാൽ രമേഷ് പിഷാരടി വന്നപ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥിയല്ലല്ലോ. അവിടെയാണെങ്കിലോ 3 കക്ഷികളും പരസ്പരം മത്സരിക്കില്ലേ. അങ്ങനെയുള്ള സ്ഥലത്ത് ജയിച്ചു കയറാൻ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ജയിച്ചു കയറാൻ എളുപ്പമുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ CPM അവിടെ നിർത്തിയ സ്ഥാനാർത്ഥിക്കും ചെറിയ പ്രശ്നം പറ്റി. CPM നിർത്തിയ സ്ഥാനാർത്ഥി ഒരു പരിപൂർണ CPM കാരനല്ല. തീർച്ചയായിട്ടും നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി മനുഷ്യന്റെ മനസ്സുകളൊക്കെ ഇളക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് NMR റസാഖ് എന്നാണ്. നിങ്ങളൊരു റാവുത്തർ അല്ലേ? അപ്പം റാവുത്തർ ബിരിയാണി എന്ന് പറയാല്ലേ, കറക്റ്റ് അല്ലേ? അപ്പൊ നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നല്ലൊരു രാഷ്ട്രീയക്കാരനല്ല. തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെയാണെങ്കിൽ രമേഷ് പിഷാരടിയോ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അതെ, പക്ഷെ രമേഷ് പിഷാരടി ഈ ഒരു വിഷയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് പല സ്ഥലങ്ങളിലായിട്ടും വ്യക്തമായിട്ടുള്ള അയാളുടെ നിലപാട് ആള് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ആൾക്ക് പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാം, നന്നായിട്ട് ബിരിയാണി മാത്രമല്ല. അപ്പൊ അതിന്റെ ഒരു ഗുണം അതാണ്. മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നതിൽ പരാജയം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിക്കൊണ്ട് LDF ഇവിടെ വീണ്ടും പരാജയപ്പെടുന്നുള്ള തെളിവാണ് NR റസാഖ്. റസാഖ് നല്ല മനുഷ്യനായിരിക്കാം,
പക്ഷേ ഇവിടെ എന്താ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ രമേഷ് പിഷാരിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ അവരുമായിട്ട് സ്ട്രൈറ്റ് ഫൈറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയ്ക്ക് ശോഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു 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 പണത്തൊക്കെ മുന്നിൽ നിൽക്കുകയായിരുന്നു. തീർച്ചയായും. പക്ഷെ അതൊരു 10 പണത്തൊക്കെ പിന്നിലേക്ക് പോയി. അതെ, ആ ഒരു ഇലക്ഷനില് ക്യാഷ് കൊടുത്ത ഇഷ്യൂല. അതുകൊണ്ട് ഷാഫി പറമ്പിൽ അവിടെ നിലനിർത്തിയ ഒരു പാരമ്പര്യം, അതുപോലെ തന്നെ രാഹുൽ മാങ്കുണ്ടം ഇല്ലാതാക്കിയ അത് ഒരു ജനപ്രീതി, അതൊക്കെ കവർ ചെയ്യാൻ രമേഷ് പിഷാരടിക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബാക്കി നമ്മൾ നോക്കുമ്പോൾ ചിറ്റൂര് എന്ന് പറയുന്ന മണ്ഡലത്തിൽ വീണ്ടും അല്ല, സുമേഷ് അച്യുതൻ കയറാനായിട്ട് സാധ്യത. അങ്ങനെ 5 സീറ്റുകൾ മാത്രമാണ് അവിടെ UDF പ്രതീക്ഷിക്കാനുള്ളൂ. 5ൽ നിന്ന് കുറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒരു വിസ്മയം നമ്മളവിടെ തരൂരുണ്ട്. ഈ തരൂർ സീറ്റിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ ധാരണയില്ല. അതൊരു CPM സീറ്റാണ് എന്നുള്ളതാണ്. അതൊരു 24,531 വോട്ടിന് സുമോദ് ജയിച്ച് വീണ്ടും മത്സരിക്കുന്ന ഒരു സീറ്റാണത്. ഈ രണ്ടാമത് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അയാൾ ഫസ്റ്റ് ഒരു സ്ഥാനാർത്ഥി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ അടുത്ത പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെടാവുന്ന തരത്തിലാണ് അയാളുടെ പ്രവർത്തനം ഉണ്ടാവുക. കാരണം 2 തവണ അയാളെ മത്സരിപ്പിക്കുമെന്നുള്ള എല്ലാവർക്കും അറിയാം. സിറ്റിംഗ് സീറ്റിൽ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വട്ടം കൂടി നമ്മൾ മുന്നണികൾ സീറ്റ് കൊടുക്കുകയാണ്, ഒരു തവണ കൂടി കൊടുക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെയുള്ള എല്ലാ അനുഭവങ്ങളും നോക്കിയാൽ അറിയാം. ഭൂരിപക്ഷം പേരും സിറ്റിംഗ് കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളെ മാറ്റുക. അപ്പം ഇവരെന്താ ചെയ്യാന്നറിയോ? ഇവര് അടുത്ത തവണ കൂടി വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷവും നടത്തുക. ഈ 5 വർഷം അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു മലയും പറക്കണ്ട, പേരും വിളി, ജാതകം കൊടുക്കല്, കല്യാണം, നിക്കാഹ്, പൂരങ്ങള്, മരിച്ചോടത്ത് പോവുക, ഇതാണ് ഇവരുടെ പ്രവർത്തനം. ഇത് സ്ഥിരമായി പോകുന്നു. ഇവരെല്ലാ സ്ഥലത്തും പാഞ്ഞെത്തുന്നു. അപ്പോൾ ആളുകളുടെ ഇടയിൽ നല്ല അഭിപ്രായം, നമ്മുടെ MLA എവിടെ നോക്കിയാലും കാണാമെന്നുള്ളത്. ഇത് ആദ്യത്തെ 5 വർഷം അവർ പ്രവർത്തിക്കും. ഈ ആളുകൾ പിന്നീട് വീണ്ടും നിൽക്കുമ്പോൾ ലോകത്തിൽ എന്ത് രാഷ്ട്രീയം ഉണ്ടായാലും ആളുകൾ ചിന്തിക്കുക, അതിപ്പോൾ പിണറായി അവിടെ കുറേ ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്ത് വെച്ചിട്ട് സുമോദ് വലുത് അറിയുന്നുണ്ട്, അവൻ പാവല്ലേ എന്ന് പറഞ്ഞ ആളുകൾ വോട്ട് ചെയ്യും. ഇതന്നെ ഇവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇനി അടുത്ത ഇലക്ഷൻ നിൽക്കുക, അടുത്ത 3ാമത് നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ സ്ഥാനാർത്ഥിയുടെ മനോഗതി മാറും. 3ാമത് സാധാരണ മത്സരിപ്പിക്കാറില്ല, വലിയ വലിയ നേതാക്കളെ മാത്രമേ മത്സരിപ്പിക്കാറുള്ളൂ. സാധാരണ ഒരു പ്രാദേശിക നേതാവിനെ 3 തവണയൊന്നും മത്സരിപ്പിക്കാറില്ല. അപ്പോൾ ഇവനെ അറിയാം അടുത്ത തവണ കിട്ടില്ല അത്, അപ്പോൾ ആളൊന്ന് ലൂസാവും. പിന്നെ മാത്രമല്ല എന്തോരം ബിരിയാണി കഴിക്കും, എന്തോരം സദ്യ ഉണ്ട്, മനസ്സിലായ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തരൂരിൻ്റെ കേസിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറയാൻ അത് അദ്ദേഹം തന്നെ പാസ്സാവും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാലും 5 സീറ്റ് മാത്രമേ UDF കിട്ടാൻ സാധ്യതയുള്ളൂ. അത് ഇനി കിട്ടിയില്ലെങ്കിലും അത്ഭുതമില്ല, അതിൽ കുറഞ്ഞാലും അത്ഭുതമില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ പറയാനുള്ളത് വേറൊരു വിസ്മയത്തെ പറ്റിയാണ്. അവിടെ മലമ്പുഴ സീറ്റ് VS അച്യുതാനന്ദനൊക്കെ മത്സരിച്ച മണ്ഡലമാണ്. അവിടെ VS അച്യുതാനന്ദൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്ന സുരേഷിനെയാണ് മത്സരിപ്പിച്ചത്. ഈ സുരേഷ് എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദൻ്റെ ഒപ്പം എത്രയോ കാലമായിട്ടുണ്ടായിരുന്ന ആളാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ എനിക്ക് നേരിട്ട് പേഴ്സണലായിട്ട് അറിയാം. ഞാൻ 2012 മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ. അപ്പോൾ നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ മലമ്പുഴ പോലുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് മത്സരിച്ച് CPM തോൽപ്പിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ BJPക്ക് വളരെ ശക്തിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ കൃഷ്ണകുമാറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ട് 2ാമത് വന്നുള്ള സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് അവിടെയും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അപ്പോൾ UDF 5 സീറ്റ് അവിടെ പ്രതീക്ഷിക്കാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. ഇതാണ് പാലക്കാട് സ്ഥിതി. അല്ല, 2 വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ മണ്ഡലം വിട്ടുപോയി. അങ്ങനെ നിങ്ങളുടെ മണ്ഡലം വിട്ട് കളയാൻ പറ്റുന്നതല്ലല്ലോ. എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തെ പറ്റി, അതായത് നെന്മാറ മണ്ഡലത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നെന്മാറ മണ്ഡലം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് CPM ആണ് ബാബുവേട്ടനാണ് കൂടുതലും വിജയിച്ചിട്ടുള്ളത്. അതില് ബാബുവേട്ടൻ 2 പ്രാവശ്യം തുടർ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിൽക്കുന്ന പ്രേമൻ ആൻഡ് തങ്കപ്പൻ പുതിയ ആളാണ്. പ്രേമൻ പുതിയ ആളല്ല. ഈവൻ നമുക്ക് നെന്മാറയിലുള്ള എല്ലാവർക്കും തന്നെ പ്രേമേട്ടനെ അറിയാം. പാർട്ടിയുടെ ഒരു വലിയ അതെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രേമൻ. പിന്നെ തങ്കപ്പൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഒരാളാണ്.
ടി തങ്കപ്പൻ. അല്ലാതെ അവരുടെ പാർട്ടിക്കുള്ളിൽ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്കറിയില്ല. അറിയില്ല. എന്നാൽ എല്ലാ സാധാരണക്കാരനും അറിയാവുന്ന ഒരാളാണ് ഈ കെ പ്രേമൻ എന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ പാസ്സാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അല്ലേ? അങ്ങനെയാണ് എനിക്കും അല്ല, തോന്നുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം 28,000 അല്ല കഴിഞ്ഞ സ്ഥാനാർത്ഥി ബാബു 28,704 വോട്ട് വാങ്ങിയതായിട്ട് നമ്മുടെ രേഖയിൽ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, 2 തവണ മത്സരിപ്പിക്കും, 3ാമത്തെ തവണ മത്സരിപ്പിക്കുന്ന ഉറപ്പില്ല. അത് ഇപ്പൊ കേട്ടില്ലേ, 3ാമത്തെ വായ്പ മാറി. അപ്പൊ ഈ പുതിയ ആള് വന്നത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് LDF കൂടുതൽ അനുകൂലമാവാനാണ് വഴി. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മളിപ്പോ പക്ഷെ അത്രയ്ക്ക് ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല. ഇവരുടെ ഒരു 7,000-8,000 ഭൂരിപക്ഷം. ഞാൻ ഈ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ഒന്ന് പാർട്ടി, നമ്മൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് ആദ്യം നോക്കും. ഈ 2 പാർട്ടിയും നമ്മളുടെ ഒരു ഐഡിയോളജിയുമായിട്ട് ഒത്തുപോകുന്ന ഒരു നിലപാടല്ല അവരെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നോക്കുന്ന വ്യക്തിയായിരിക്കും. ഇതിലാരെ നമുക്കറിയാം, അല്ലെങ്കിൽ ഇതിൽ ആര് ജയിച്ചാൽ നമുക്ക് വല്ലതും നടക്കും, അല്ലെങ്കിൽ ഈ ആളെ നമുക്കറിയാവോ, എന്താണ് ഇയാളുടെ ക്വാളിറ്റി, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അടുത്ത നോർമലി ഒരു കോമൺ പേഴ്സൺ അങ്ങനെ തന്നെ. ശരി. അപ്പോൾ എന്തായാലും അവിടെ ഒരു സാധാരണ CPM അവിടെ ജയിക്കാറുള്ളത് 8,000-7,000 വോട്ടിനാണ്. കഴിഞ്ഞ തവണ 22,000 എന്ന് പറയുന്നത് ഒരു LDF തരംഗം തന്നെ ഉണ്ടായിരുന്നു, കൊറോണ തരംഗം. അപ്പൊ ഇപ്രാവശ്യം അത്തരം തരംഗങ്ങളൊന്നും ഇല്ല, നെഗറ്റീവ് തരംഗം ഉണ്ട് താനും. അപ്പൊ അങ്ങനെ ആകുമ്പോ എങ്ങനെ കഷ്ടിച്ച് കടക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതായത് പാർട്ടിയുടെ ആ ഒരു പാർട്ടി പിന്നിലായതൊരിക്കലും ഈ കെ പ്രേമൻ ബാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആലത്തൂരിലും സ്ഥിതി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, അത് LDF തന്നെ ജയിക്കാനാണ് സാധ്യത. പക്ഷെ UDFന്റെ ക്യാമ്പുകളിൽ ചെറിയ ഒരു അടക്ക് സംസാരമുണ്ട്. ഇപ്രാവശ്യം ആലത്തൂര് ഭാഗം ഇങ്ങോട്ട് തിരിയും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കിതൊന്നും അറിയില്ല, കാരണം നമുക്ക് കൂടുതലായിട്ട് അവിടെയുള്ള ആളുകളുടെ ഒരു റിപ്പോർട്ട്സ് ഒന്നും കിട്ടില്ല. ഈ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകളല്ലേ നമ്മൾ കേൾക്കുന്നത്, വ്യക്തികളെ ശരിക്കും വോട്ടർമാരെ പോയി കേൾക്കണമല്ലോ. തീർച്ചയായിട്ടും. അതായത് നമ്മളെ പാലക്കാട് UDFന്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന രീതിക്ക് സോഷ്യൽ മീഡിയ ആഘോഷിച്ച ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന പരമ്പര. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഇപ്പോൾ പോരാത്തതിന് ഇലക്ഷൻ ആയപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. എന്നാലും അത് നമ്മളുടെ രമേശ് പിഷാരടി വന്ന് അത് നികത്തോ എന്ന് ചോദിച്ചാൽ അത് എല്ലാ കാര്യങ്ങളും നികത്തുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഈ ഒരു നികത്താൻ ഒരു മന്ത്രിയായിട്ട് പോലും നമ്മളൊരു എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ ഒരു സ്റ്റാൻഡ് എടുക്കാതെ പുള്ളി ആ ഒരു മന്ത്രിസ്ഥാനം പോലും രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു ഭരണത്തെ കാര്യമായിട്ട് തന്നെ ബാക്കിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പിണറായി വിജയൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ കാരണം അതും ഇവിടെ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിലും നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ ജയിക്കും. അപ്പോൾ ഇനി നമുക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കാം എന്നാണ് തോന്നുന്നത് അല്ലേ? തൃശ്ശൂർ താങ്കളുടെ ജില്ലയാണല്ലോ.